ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. ഒരു നാടൻ ചിക്കൻ ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയും. വളരെ ഈസിയുമാണ് ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പായോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് 2 പീസ് എടുത്തത്. അപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഇതിന് ഉള്ളിലൊക്കെ പിടിക്കണമല്ലോ. അപ്പം അതിനായിട്ട് നമ്മൾ ഈ 2 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കുവാണെങ്കിൽ നമ്മൾ മസാല ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അകത്തൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ചില സമയത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നേരത്തുണ്ടല്ലോ, ഇങ്ങനെ അകത്ത് മസാല പിടിക്കത്തില്ല, ഉപ്പും മുളകും അതൊന്നും പിടിക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു ട്രിക്ക് തോന്നിയത് കേട്ടോ. സാധാരണ നമ്മൾ മീനൊക്കെ വറുക്കുന്ന പോലെ. അപ്പോൾ അതാണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഞാനാണെങ്കിൽ ഇച്ചിരി ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് തൈര് കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ 1 സ്പൂൺ തൈരും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്നും നമുക്കൊരു ചെറിയൊരു നാരങ്ങ കൂടി പിരിഞ്ഞൊഴിക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു ശകലം മതി കേട്ടോ. പിന്നെ ചില്ലി ഫ്ലെക്സ് ഇത്രയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തന്നെ കേട്ടോ. ഇതിന് കോംബോ ആയിട്ട് ഞാൻ കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. കാരണം ഡയറ്റിങ് കാര്യമൊക്കെ ആയതുകൊണ്ട് വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ അടുപ്പിരുന്ന പാൻ ചൂടായപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ നന്നായിട്ട് കട്ട പിടിച്ച കാരണം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ എണ്ണ ചൂടായപ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈയുടെ രൂപത്തിലെത്താൻ ഒരുപാട് സമയം എടുക്കും. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് സ്ലോ കുക്ക് ചെയ്ത് വേണം ഇതെടുക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമ്മുടെ മസാലയെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. എന്നാലും കുറച്ച് മസാലയൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സ്ലോ കുക്കിംഗ് ആണ് ഇതിനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല എണ്ണ ഇച്ചിരി കൂടിപ്പോയോ എന്ന് ചെറുതായിട്ടൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചും മറിച്ചുവിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ 2 വെളുത്തുള്ളി കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മണവും പിന്നെ അതിൻ്റെ ഒരു ഇതും കൂടിയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മിക്ക മീൻ വറുത്തത് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഇങ്ങനെ വെളുത്തുള്ളി ചതച്ചിടും, അല്ലെങ്കിൽ കറിവേപ്പില ഇടും, അല്ലെങ്കിൽ സവാള ഇട്ട് കൊടുക്കും അങ്ങനെ. അപ്പം നമുക്ക് താണ്ട് ഒരു വശം ചെറുതായിട്ടൊന്നും വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നടുഭാഗമൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പം ഇത് അകം വേവാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം പെട്ടെന്ന് മസാല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിയും, അകം വേവാണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഫോർക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി യൂസ്ഫുള്ളായിരിക്കും. നമ്മളിങ്ങനെ കുത്തി കൊടുക്കുവാണെങ്കിൽ ഇതിനുള്ളിലോട്ടൊക്കെ ഒന്ന് കയറി ചെന്നോളും കേട്ടോ. അപ്പം എണ്ണയും അതും ഇതൊക്കെ ഒന്ന് ചെന്നോളും. അപ്പോൾ അതാണ്ട് ഞാനപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ സമയം എടുത്താട്ടോ നമ്മളിത് കുക്ക് എടുക്കുന്നത്. എന്തായാലും ചിക്കൻ ഫ്രൈ കിടിലൻ തന്നെയാണെന്ന് തോന്നുന്നത്. അപാര സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതാണ്ട് ഈ മസാലയുടെ ടേസ്റ്റ് അയ്യോ പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല അടിപൊളി മസാല തന്നെയായിരുന്നു കേട്ടോ. പുളിയും എരിവും എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ കഴിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മുടെ കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെയൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു ചിക്കൻ ഫ്രൈ.